അനുഗ്രഹീതമായ നല്ലൊരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ജൂൺ മാസം ഇന്ന് അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം അത്ഭുതകരമായി ഈ കഴിഞ്ഞ 6 മാസവും പരിപാലിച്ചതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ വേദനിക്കുന്ന, നിരാശ നിറഞ്ഞ് ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ലെന്നുള്ള കാര്യമാണ്. നമ്മുടെ വിഷയം, നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിയാനോ ഇതൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങൾ തീർത്തിട്ട് സമയം കിട്ടുന്നില്ല. അതിനുപോലും സമയം തികയുന്നില്ല നമുക്ക്. നമ്മുടെ വീട്ടുകാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ പുറകേക്ക് ഓടുമ്പം സ്വന്തമായി നമ്മുടെ കാര്യം നോക്കാൻ ഓടുമ്പോഴാണ് നമുക്ക് സമയം കിട്ടാത്തത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കട്ടെ. വേദനിക്കുന്ന, നിരാശപ്പെടുന്ന, രോഗത്തിന്റെ കഠിനമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അയലോക്കത്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കോളനിയിൽ കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സമൂഹത്തിൽ നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ ബന്ധപ്പെടുന്നോ ആ മേഖലയിൽ ഓരോരുത്തരും വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരോടുകൂടെ ഒരല്പസമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് അവരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ രീതിയിൽ നമ്മളിൽ നിന്ന് ഒരു നന്മയും ഇങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: അല്പസമയം അവരുടെ കൂടെ ചെന്നിരുന്ന് അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് അല്പസമയം സന്തോഷത്തോടെ, സൗമ്യതയോടെ അവരോടൊന്ന് പെരുമാറുക. അതാണ് അവർ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഇങ്ങനെ വേദനിക്കുന്ന, രോഗത്തിന്റെ കഠിനമായ രോഗത്തിൽ അല്ലെങ്കിൽ മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന, അല്ലെങ്കിൽ മരണം കാത്തുകിടക്കുന്ന, അല്ലെങ്കിൽ ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ഈ പുതിയ മാസത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ തയ്യാറായാൽ ദൈവം അവരുടെ കാര്യങ്ങളും വൃത്തിയായി, ക്ലീനായി ചെയ്തു കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അങ്ങനെയുള്ളവരെ സന്ദർശിക്കുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം, അങ്ങനെയുള്ളവർക്ക് ആശ്വാസം പകരാം. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.